ഡിറ്റ്വായ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 100 കടന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഡിറ്റ്വായ് ചുഴലിക്കാറ്റിൽ നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരണസംഖ്യ 100 കടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കിളിനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയ ഭീതിയിലാണ്. രാജ്യത്ത് ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതായ കണക്കുകളും പുറത്തുവരുന്നു. അതേസമയം രക്ഷാദൌത്യത്തിൽ ലങ്കൻ ക്രിക്കറ്റ് ടീം നായകൻ അസലങ്കയും താരങ്ങളും പങ്കുചേർന്നു. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകിയ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് ലങ്കൻ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ഡിറ്റ്വായ് ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിലും മഴ തുടങ്ങിയത്. 54 ATR സർവീസുകൾ റദ്ദാക്കി. ഇൻഡിഗോ ചെന്നൈയിൽ നിന്നും മാത്രം 36 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. രാമേശ്വരത്ത് നിന്നുള്ള ഒരു ട്രെയിൻ പൂർണ്ണമായും റദ്ദാക്കി. മറ്റ് 11 ട്രെയിനുകളും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 14 ജില്ലകളിൽ NDRF, ADRF സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഭീതി പടർത്തിയ ഡിറ്റ്വായ് ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്കും അടുക്കുകയാണ്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും 3 ദിവസം മഴ കനക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. പ്രദേശത്ത് ശക്തമായ കാറ്റാണ് വീശുന്നത്. കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായി NDRF, ADRF സേനാംഗങ്ങൾ വിവിധ ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളും കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.